ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് ഞാൻ മൺകുടുക്കയിൽ പരിപ്പ് വേവിച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് വേണ പരിപ്പാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അടുപ്പിൽ മൺകുടുക്കയിൽ വെച്ചപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ആ കഷ്ണങ്ങളോട് വേകുമ്പോഴത്തേന് ഈ പരിപ്പ് നല്ലോണം കലങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഇനിയിപ്പോൾ അവിടെ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവണ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വേവിക്കാൻ വെക്കുക. ഒന്ന് ഫുള്ളായിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അവിടെ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതവിടെ മാറ്റി വെച്ചിട്ട് ഇനി കടുക് വറുക്കുക. അതിനൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടി വരുമ്പോൾ ഒരു കഷ്ണം കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടി വേണമെങ്കിലും ചേർക്കുക. പിന്നെ വറ്റൽമുളകും ചെറിയ ജീരകവും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ഒരു കൊഴുപ്പ് പോണ വരെ ഇളക്കി കൊടുത്തിട്ട് ഒരു പകുതി വരെ കുക്കാവണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഈ മാറ്റി വെച്ച കറി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.